Good morning. In our previous section, we have discussed the introduction of communication and what is signal, what is carrier signal, what is modulated signal and what is modulating signal, and the types of modulation techniques, etc. Okay, today we are going to study one modulation technique called amplitude modulation. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് മോഡുലേഷൻ അതിൻ്റെ ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ്. അതിൽ വരുന്നതാണ് ഒരു കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ടെക്നിക്സിൽ വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അഥവാ AM എന്ന് പറയുന്നത്. Okay, but then what is amplitude modulation എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ amplitude of the carrier signal varies in accordance with the instantaneous amplitude of modulating signal is called amplitude modulation. അതായത് നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ മോഡുലേഷൻ ചെയ്യുമ്പോൾ അവിടെ കാരിയർ സിഗ്നലും ഉണ്ടാകും, നമ്മളുടെ എന്താ പറയുക സിഗ്നലും ഉണ്ടാകും. അപ്പോൾ ആ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രോപ്പർ ഡിസ്റ്റൻസിലേക്ക് വിത്തൗട്ട് ഡിസ്റ്റോർഷൻ ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മോഡുലേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും, ബട്ട് ദർ വിൽ ബി നോ മെസ്സേജ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ബേസ് ബാൻഡ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരിയർ സിഗ്നലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റോർഷൻ ഒഴിവാക്കി കൂടുതൽ ദൂരം നമ്മളുടെ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഈ കാരിയർ സിഗ്നൽ നമ്മളുടെ ബേസ് ബാൻഡ് സിഗ്നലിനനുസരിച്ചിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുത്തി ട്രാൻസ്മിഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അവിടെ ഫ്രീക്വൻസിക്ക് മാറ്റം വരില്ല. നോക്കൂ, ഇതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് അല്ലേ. ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വരുത്തുന്ന സമയത്ത് അവിടെ ഫ്രീക്വൻസിക്ക് മാറ്റം വരില്ല, പക്ഷേ ഈ സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് എന്ത് വരും, നമ്മളുടെ ബേസ് ബാൻഡ് സിഗ്നൽ പ്രകാരം ആംപ്ലിറ്റ്യൂഡ് മാറ്റം വരും. നോക്കൂ, ഇതാണ് നമ്മളുടെ ബേസ് ബാൻഡ് സിഗ്നൽ, ഇത് നമ്മുടെ കാരിയർ സിഗ്നൽ. ദെൻ ഇത് വരുന്നത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പോൾ നോക്ക്, ഈ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഈസ് സ്റ്റിൽ സെയിം, അതുപോലെ തന്നെ, പക്ഷേ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ കാരിയർ സിഗ്നൽ ബേസ് ബാൻഡ് സിഗ്നലിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഷേപ്പിലേക്ക്. ആക്ച്വലി ഇവിടെ ഈ വരച്ചിട്ടുള്ള ഈ പുറമേ കാണുന്നത് ശരിക്കും ഒരു ഇമാജിനറി ലൈനാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുറത്ത് ഈ കാരിയർ സിഗ്നലിൻ്റെ പുറത്തൂടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവത്തിനെ നമ്മൾ എന്തെന്നാ കോൾ ചെയ്യുക, നമ്മളൊരു ഇമാജിനറി ആയിട്ട് പുറത്ത് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ കാരിയർ സിഗ്നലിനെ ബേസ് ബാൻഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഓരോ ഇൻസ്റ്റൻറ്റിലും മാറ്റം വരുത്തി ട്രാൻസ്മിഷൻ നടത്തുന്ന ടെക്നിക്കിനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ നമ്മൾ മോഡുലേറ്റഡ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു ഇമാജിനറി ലൈനായിട്ട് ഒരു എൻവലപ്പ് കാണിക്കും. ഇതിനെ നമ്മൾ എൻവലപ്പ് എന്ന് കോൾ ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഈ ആംപ്ലിറ്റ്യൂഡ് വേവിനെ എങ്ങനെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ട്, കാരിയർ സിഗ്നൽ ഉണ്ട്. അപ്പോൾ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് m(t) = AM cos 2πf m(t) എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന m(t) എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലും AM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ആൻഡ് cos 2πf mt. FM എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നാണ്. അതുപോലെ തന്നെ കാരിയർ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം AC cos 2πfct, അവിടെ AC എന്ന് പറയുന്നതും FC എന്ന് പറയുന്നതും കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, നമ്മൾ മോഡുലേറ്റഡ് വേവ് വരുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AC + AM cos 2πfmt into cos 2πfct, അതായത് രണ്ടിൻ്റെയും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. അതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഈ രീതിയിൽ. ഓക്കെ,
അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ മോഡുലേറ്റിംഗ് സിഗ്നൽ കണ്ടു, കാരിയർ സിഗ്നൽ കണ്ടു, ആൻഡ് മോഡുലേറ്റഡ് വേവിനെ നമ്മൾ കണ്ടു. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് എം ഓഫ് ടി ഈക്വൽ ടു എ എം കോസ് 2π എഫ് എം ടി എന്നാണ്. കാരിയർ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ സി കോസ് 2π എഫ് സി ടി എന്നും, അതുപോലെ തന്നെ മോഡുലേറ്റഡ് വേവ് വരുമ്പോൾ എന്താ വരുന്നത് എ സി അല്ലെങ്കിൽ എ സി പ്ലസ് എ എം കോസ് 2π എഫ് എം ടി ഇൻറ്റു കോസ് 2π എഫ് സി ടി എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെന്ത് ചെയ്യാം, അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ഇനി നോക്കാം, നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ മോഡുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ ആണ്. പക്ഷെ അതെങ്ങനെയാണ് ആ രീതിയിലേക്ക് വന്നതെന്ന് നോക്കാം. ഈ നമ്മളുടെ എത്രത്തോളം മോഡുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്സ്, ദ ലെവൽ ഓഫ് മോഡുലേഷൻ ദാറ്റ് കാരിയർ വേവ് അണ്ടർഗോസ് എന്നുള്ളത് നമുക്ക് ഏതെന്നാണ് മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക എത്രത്തോളമാണ് മോഡുലേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ള ഫാക്ടർ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ എഴുതി മോഡുലേറ്റഡ് വേവിൻ്റെത് എ സി, ആ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എ സി ഇൻറ്റു 1 പ്ലസ് എ എം ബൈ എ സി കോസ് 2π എഫ് എം ടി ഇൻറ്റു കോസ് 2π എഫ് സി ടി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഇത് പേപ്പറിൽ ഡിറൈവ് ചെയ്ത് നോക്കണം. ഇതിനകത്ത് കണ്ടോ നിങ്ങളൊരു ടേം എ എം ബൈ എ സി എന്നുള്ളത്, അത് നമ്മൾ മറ്റേതിൽ നിന്ന് കോമൺ ആയിട്ട് എ സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ആ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ എ സി ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ, എന്നിട്ട് റീഅറേഞ്ച് ചെയ്തതാണിത്. അപ്പം ഇവിടെ ഒരു എ എം ബൈ എ സി എന്നുള്ളൊരു ടേം കിട്ടി. ആ എ എം ബൈ എ സിനെയാണ് നമ്മൾ എന്ത് മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ള ഫാക്ടർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എ എം ആൻഡ് എ സി. ബട്ട് ഫ്രം മോഡുലേഷൻ ഇൻഡെക്സ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് മോഡുലേഷൻ ദാറ്റ് ദ കാരിയർ വേവ് അണ്ടർഗോസ്. കാരിയർ വേവ് എത്രത്തോളം മോഡുലേഷന് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് നോക്കിയാൽ മതി. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എങ്ങനെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. കാരിയർ സിഗ്നലിനെയും മോഡുലേറ്റിംഗ് സിഗ്നലിനെയും മോഡുലേറ്റഡ് സിഗ്നലിന്റെയും റെപ്രസെന്റേഷൻ കണ്ടു. ആ മോഡുലേറ്റഡ് സിഗ്നലിനെ തന്നെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തു. അതായത് ആ മോഡുലേറ്റഡ് സിഗ്നലിന്റെ കിട്ടിയ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ എ സി ചെയ്തു, കോമൺ ആയിട്ട് ഡിവൈഡഡ് ബൈ എ സി ചെയ്തു. എന്നിട്ട് അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് എ എം ബൈ എ സി എന്നുള്ളൊരു ടേം കിട്ടി. ആ എ എം ബൈ എ സിനെ നമ്മളൊരു മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു എന്താ പറയുക കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു പാരാമീറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഈ മോഡുലേഷൻ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം മോഡുലേഷന് ആ കാരിയർ വേവ് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിനെ തന്നെ വേറൊരു രീതിയിൽ കൂടെ റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡിനെ എ മാക്സ് എന്നും എ മിനിമം എന്നും എടുക്കാം. അതായത് ഏറ്റവും ടോപ്പിലുള്ളതും ഏറ്റവും മിനിമത്തിൽ നിൽക്കുന്ന ആംപ്ലിറ്റ്യൂഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പൊ എ മാക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മോഡുലേറ്റഡ് വേവിനകത്ത് കോസ് 2π എഫ് എം ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് മാക്സിമത്തിലായിരിക്കും, അതായത് 1-ലായിരിക്കും. അപ്പോൾ എ മാക്സ് ഈക്വൽ ടു എ സി പ്ലസ് എ എം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് മോഡുലേറ്റഡ് വേവിന്റെ കോസ് 2π എഫ് എം ടി എന്ന് പറയുന്ന ടേം -1-ലായിരിക്കും മിനിമം ആംപ്ലിറ്റ്യൂഡിൽ നിൽക്കുന്ന സമയത്ത്. അതായത് ഏറ്റവും പീക്കിൽ വേവ് നിൽക്കുന്ന സമയത്ത് കോസ് 2π എഫ് എം ടി എന്ന് പറയുന്നത് 1-ഉം, ഏറ്റവും മിനിമത്തിൽ നിൽക്കുന്ന സമയത്ത് കോസ് 2π എഫ് എം ടി എന്നുള്ളത് -1-ലായിരിക്കും. നമ്മൾ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹൈ ആൻഡ് ലോ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഹൈ ആൻഡ് ലോയിൽ വരുന്ന സമയത്ത് ഹൈൻ്റെ സമയത്ത് കാര്യമാണ് 1, ലോയുടെ സമയത്ത് -1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ മാക്സിന് എ സി പ്ലസ് എ എം എന്നും എ മിനിമത്തിന് എ സി മൈനസ് എ എം എന്നും റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇക്വേഷൻ എ മാക്സ് പ്ലസ് എ മിനിമം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരിക 2ac എന്ന് വരും. കാരണം എ സി പ്ലസ് എ എം പ്ലസ് എ സി പ്ലസ് എ എം വരുമ്പോൾ അവിടെ എ എമ്മും കട്ടായി പോകും. ബാക്കി വരുന്നത് 2 ac കളാണ് അവിടെ ബാക്കി നിൽക്കുക. സോ 2ac എന്നായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്.
അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ സിനെ മാറ്റി എഴുതുമ്പോൾ എ സി ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എ മാക്സ് പ്ലസ് എ മിനിമം ബൈ 2. ഈ ഡെറിവേഷൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കണം പഠിച്ചിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്, ഒന്നും മനസ്സിലാക്കാനില്ല. ജസ്റ്റ് ആ കാരിയർ സിഗ്നലിൻ്റെയും മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിനകത്തുനിന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ സി ഈക്വൽ ടു എ മാക്സ് പ്ലസ് എ മിൻ ബൈ 2 എന്ന് എഴുതി. അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം, ഇനി അതിന് നമ്മളവിടെ ആഡ് ചെയ്യാണ് ആദ്യം ചെയ്തത്. ഇനി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. എ മാക്സ് മൈനസ് എ മിൻ ഈക്വൽ ടു എ സി പ്ലസ് എ എം മൈനസ് എ സി മൈനസ് എ എം. അപ്പോൾ അതിൽ എ സി എന്ന ടേം കട്ട് ചെയ്ത് പോവുകയും 2am എന്ന് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എ എം ആൻഡ് എ സി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എ എമ്മിനെയും എ സിയെയും നമ്മൾ എ എം ബൈ എ സിയുടെ രൂപത്തിൽ എഴുതുമ്പോൾ എ മാക്സ് മൈനസ് എ മിൻ ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിൻ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ മാക്സ് മൈനസ് എ മിൻ ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിൻ. അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിനെ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റഡ് വേവിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡും മിനിമം ആംപ്ലിറ്റ്യൂഡും അറിയാമെന്നുണ്ടെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് ഈ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിന് നമ്മൾ രണ്ട് എക്സ്പ്രഷൻ കണ്ടു. ദാറ്റ് ഈസ് മ്യൂ ഈക്വൽ ടു എ എം ബൈ എ സിയും കണ്ടു. മ്യൂ ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിൻ ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിൻ എന്നുള്ള എക്സ്പ്രഷനും കണ്ടു. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ള ടേം ആണ് എത്രത്തോളം ഇത് മോഡുലേഷന് കാരിയർ സിഗ്നൽ വിധേയമായിട്ടുണ്ടെന്ന് മനസ്സിലാവുക എന്ന് പറഞ്ഞു. നോക്കൂ, ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് മോഡുലേഷൻ ഡെപ്ത് ഈസ് ഓഫൺ ഡിനോട്ടഡ് ഇൻ പെർസെൻറ്റേജ് കോൾഡ് പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ. We will get the percentage of modulation just multiplying the modulation index value with 100. നമ്മൾ എത്ര പെർസെൻറ്റേജ് മോഡുലേഷൻ നടന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ആ മോഡുലേഷൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടിയ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജിലാണ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ മോഡുലേഷൻ ഇൻഡെക്സിനെ ഇൻറ്റു 100 ചെയ്താൽ മതി. For a perfect modulation, the value of modulation index should be 1, which implies the percentage of modulation should be 100%. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് 1 ആയിരിക്കും. ആ 1 കിട്ടുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ 100% എന്ന് പറയുന്നത്. കാരണം മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണെങ്കിൽ 1 into 100% പറയുമ്പോൾ അത് 100 ആണ്. സോ 100% മോഡുലേഷൻ കിട്ടുന്നത് when മോഡുലേഷൻ ഇൻഡെക്സ് is 1. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കാം, ഈ മോഡുലേഷൻ ഇൻഡെക്സ് 1ൽ കൂടുതലോ 1ൽ കുറവോ വരുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. 1ൽ കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മോഡുലേഷൻ ഇൻഡെക്സ് സപ്പോസ് 0.5 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാം, അണ്ടർ മോഡുലേഷൻ. 1 കിട്ടുമ്പോൾ അതിനെ നമ്മൾ പെർഫെക്റ്റ് മോഡുലേഷൻ എന്നും ലെസ് ദാൻ 1 കിട്ടുമ്പോൾ അതിനെ അണ്ടർ മോഡുലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ അണ്ടർ മോഡുലേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് വേവ് വരുന്നത് നോക്കുക, ഇവിടെ കാണിക്കുന്നുണ്ട് അണ്ടർ മോഡുലേറ്റ് വേവിൻ്റെ സിഗ്നൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക, നമ്മൾ ഓവർ മോഡുലേറ്റൽ അല്ലെങ്കിൽ അപ്പർ കൂടുതലായിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ആണ് വരുന്ന കേസിൽ. ഇഫ് ദ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് ഈസ് 1.5 എന്ന് നമ്മൾ സപ്പോസ്, then the wave will be over modulated wave. It will be look like this. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ നോർമൽ വേവ് കൂടാതെ വേറൊരു അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ വേവ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ആസ് ദ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻക്രീസസ്, the carrier experiences a 180-degree phase reversal which cause additional side bands. Okay, ഇവിടെ additional side band പോലെയാണ് നമുക്ക് ഇവിടെ in between modulated വേവിന് ഇടയ്ക്ക് കാണുന്നത്, ചെറിയ രീതിയിലുള്ളത് ചെറിയ വേവ്സ് കാണുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് 1ലും കൂടുതലായി കഴിയുമ്പോൾ അവിടെ കാരിയർ വേവിൽ ഒരു 180-degree ഫേസ് ഷിഫ്റ്റ് വരികയും അതിൻ്റെ ഫലമായിട്ട് സൈഡ് ബാൻഡ്സ് രൂപപ്പെടുകയും ചെയ്യുന്നു. അതാണ്
a wave get distorted. Such an overmodulated wave cause interferences which cannot be eliminated. അപ്പോൾ overmodulated ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോയ്സി ആയിട്ടുള്ള വേവ്സിനെയാണ് നമുക്ക് കിട്ടുക. അണ്ടർമോഡുലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി നമുക്ക് കിട്ടുന്ന പെർഫെക്റ്റ് മോഡുലേഷൻ. പക്ഷേ ഓവർ മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വേവ് ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് മോഡുലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞത് എത്രത്തോളം ലെവലിലാണ്. അപ്പോൾ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, മോഡുലേഷൻ ഇൻഡെക്സ് 1 കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് അവിടെ പെർഫെക്റ്റ് മോഡുലേഷൻ കിട്ടുള്ളൂ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആദ്യം തിയററ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്ത് നോക്കി കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് ഓരോ വേവ്സിനും ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് നോക്കണം, ഒരു പെർഫെക്റ്റ് മോഡുലേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ AM/AC 1 കിട്ടുന്ന രീതിയിൽ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെയും കാരിയർ സിഗ്നലിന്റെയും ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ അടുത്ത് വരുന്നതാണ് പവർ കാൽക്കുലേഷൻ ഓഫ് AM വേവ്. അപ്പോൾ ഈ പവർ കാൽക്കുലേഷൻ ഓഫ് AM വേവ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം പവർ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പം നമ്മൾ മോഡുലേറ്റഡ് വേവിനകത്ത് കാരിയർ സിഗ്നൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ മെസ്സേജ് സിഗ്നലും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം ആയിരിക്കും പവർ ഓഫ് AM വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സിഗ്നൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്ത രീതിയിൽ തന്നെ കാരിയറിൻ്റെയും അപ്പർ സൈഡ് ബാൻഡിൻ്റെയും ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി കമ്പോണൻസ് 3 ആക്കിയിട്ട് നമുക്ക് എഴുതാം. അതായത് അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട്, ലോവർ സൈഡ് ബാൻഡും പിന്നെ കാരിയർ, അങ്ങനെ 3 കമ്പോണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ AC cos 2π FC of t, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. S of t equal to AC cos 2π FC of t എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് കാരിയർ വേവ് ആണ്. ഇനി നോക്കൂ, നമുക്ക് അപ്പർ സൈഡ് ബാൻഡിനെയും ലോവർ സൈഡ് ബാൻഡിനെയും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? AC mu by 2 cos 2π FC plus FM of t എന്നും ലോവർ സൈഡ് ബാൻഡിനെ AC mu by 2 cos 2π FC minus FM of t എന്നുമാണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ പവർ is equal to PC plus PUSB plus PLSB. അതായത് PUSB എന്ന് പറഞ്ഞാൽ P അപ്പർ സൈഡ് ബാൻഡ് ആൻഡ് PLSB എന്ന് പറയുന്നത് P ലോവർ സൈഡ് ബാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി എടുക്കുമ്പോൾ അതിന് എന്തുണ്ട്, ലോവർ സൈഡ് ബാൻഡ് ഉണ്ട്, അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട്. നിങ്ങൾ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ബാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ സമയത്ത് നിങ്ങൾ പഠിച്ചു കാണും ഫ്രീക്വൻസി റെസ്പോൺസ്, അതുപോലെ ഫസ്റ്റ് ഓർഡർ ഫിൽറ്റേഴ്സ്, സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും ഒക്കെ സമയത്ത് നിങ്ങൾ FH ഉം FL ഒക്കെ കണ്ടു കാണും അല്ലേ, ലോവർ സൈഡ് ബാൻഡും അപ്പർ സൈഡ് ബാൻഡും. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ അപ്പർ സൈഡ് ബാൻഡ് എന്നും ലോവർ സൈഡ് ബാൻഡ് എന്നും പറയാം. അപ്പോൾ ഈ ലോവർ സൈഡ് ബാൻഡിന് നമുക്ക് FC മൈനസ് FM എന്നും അപ്പർ സൈഡ് ബാൻഡിന് FC പ്ലസ് FM എന്നാണ് ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുക. സോ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലും ആ കറസ്പോണ്ടിങ് ചേഞ്ചസ് ഉണ്ട്. ഇനി നോക്കാം, ഒരു പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് ബേസിക് ആയിട്ട് ഒരു പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P is equal to V square by R ആണ്. അതിന് സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് VRMS square by R ആണ്. VRMS എന്നുള്ള വാല്യൂവിനെ നമുക്ക് ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? വിഎമ്മിൻ്റെ രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എവിടെ, ഹാഫ് വേവ് റെക്ടിഫയർ ഒക്കെ പഠിച്ച സമയത്ത് VRMSനെ റെക്ടിഫയേഴ്സിൻ്റെ സമയത്ത് VRMSനെ എങ്ങനെയാണ് Vmax അല്ലെങ്കിൽ VMൻ്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ VRMS ഈക്വൽ ടു VM/√2 ആണ്. അപ്പോൾ VRMSനെ നമ്മൾ VM/√2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ട് VM/√2 the whole square by 2 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ P is equal to നമ്മുടെ ബേസ് ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടുള്ള VRMS square by R എന്ന് എഴുതി, VRMSനെ നമ്മൾ VM/√2 എന്ന് എഴുതി, VM/√2 the whole square by 2. അപ്പോൾ നമ്മൾ പവറിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലാണ് നിൽക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം.
നമുക്കറിയാം കാരിയർ വേവിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജനറൽ ആയിട്ടാണ് പറഞ്ഞത് പി എന്നുള്ളത്. ഇനി കാരിയർ വേവിന്റെ പവർ നോക്കുമ്പോൾ നമുക്ക് അവിടെ വി എം എന്നുള്ളതിന് പകരം എന്ത് എഴുതാം? എ സി എന്ന് എഴുതാം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ്. അപ്പോൾ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ എ സി √2 ദി ഹോൾ സ്ക്വയർ ബൈ ആർ. അതിനെ നമ്മൾ √2 ഹോൾ സ്ക്വയർ കൊടുത്ത് ചെയ്യുമ്പോൾ √2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ അത് താഴോട്ട് വരും. അപ്പോൾ എ സി സ്ക്വയർ ബൈ 2r എന്ന് വരും. അതുപോലെ തന്നെ പി യു എസ് ബിയുടെയും പി എൽ എസ് ബിയുടെയും നമുക്ക് എഴുതാം. അവിടെ വി എമ്മിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്താ എഴുതുന്നത്? എ സി മ്യൂ ബൈ 2 ആണ്. നമുക്കറിയാം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും വി എമ്മിന്റെ സ്ഥാനത്ത് എ സി മ്യൂ ബൈ 2 ആണ് ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വി എമ്മിനെ മാറ്റിയിട്ട് എ സി മ്യൂ ബൈ 2 കൊടുക്കും. ബാക്കി എല്ലാം സെയിം. അപ്പോൾ അതിനെ നമ്മൾ ഹോൾ സ്ക്വയർ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ എന്ന് പറയുന്നത് എ സി സ്ക്വയർ മ്യൂ സ്ക്വയർ ബൈ 8r എന്നാണ് വരിക. ഇതൊക്കെ നിങ്ങൾ എന്തായാലും പേപ്പറിലേക്കോ അല്ലെങ്കിൽ നോട്ടിലേക്കോ എഴുതി നോക്കണം. വെറുതെ വായിച്ചു നോക്കിയിട്ട് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഒന്നോ രണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത് മറക്കില്ല. അത്രയും ഈസിയാണ് ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ. ഇത് കാണുമ്പോഴുള്ള കോംപ്ലിക്കേഷനേ ഉള്ളൂ. വളരെ ഈസിയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ പി യു എസ് ബി കണ്ടു. അതുപോലെ തന്നെ സെയിം ആയിരിക്കും എന്ത്? പി എൽ എസ് ബിയും. കാരണം എന്താണ്? അവിടെയും ഇവിടെയും വി എം എന്ന് പറയുന്നത് സെയിം ആണ്. ഫ്രീക്വൻസിയുടെ പാരാമീറ്റർ മാത്രമേ അപ്പർ സൈഡ് ബാൻഡിനും ലോവർ സൈഡ് ബാൻഡിനും മാറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പി ടോട്ടൽ എന്ന് പറയുന്നത് പവർ ഓഫ് കാരിയർ പ്ലസ് പവർ ഓഫ് യു എസ് ബി പ്ലസ് പവർ ഓഫ് എൽ എസ് ബി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് പി ടോട്ടൽ പവർ എന്ന് പറയുന്നത് എ സി സ്ക്വയർ ബൈ 2r ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 4 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 4 എന്ന് വരും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പവർ ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നോക്കാം. We can use the above formula to calculate power of amplitude modulated wave when the carrier power and the modulation index is known. ഇതിനകത്ത് നമുക്ക് അറിയേണ്ട കാര്യമാണ് mu എന്നുള്ളതും AC എന്നുള്ള ടേമും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, if the modulation index is 1, then the power of amplitude wave is equal to 1.5 times the carrier power. നമുക്ക് ഈ ഇക്വേഷനിൽ mu എന്നുള്ളത് 1 എന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 1 plus 1 by 4 plus 1 by 4 എന്ന് വരും. That is equal to 1 plus 2 by 4 എന്ന് വരും. That is 1 plus 1 by 2. അപ്പോൾ അതായത് 1.5 into AC square by 2r എന്ന് വരും. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ മ്യൂവിന് 1 എന്നിട്ടിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് 1.5 ആയിട്ട് മാറും ഈ ബ്രാക്കറ്റിൽ. അപ്പോൾ 1.5 into AC square by 2r എന്ന് വരും. അപ്പോൾ AC square by 2r എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കാരിയർ സിഗ്നലിന്റെ പവർ ആണ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് 1 ആവുന്ന സമയത്ത് ടോട്ടൽ പവർ എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിന്റെ 1.5 ടൈംസ് ഈക്വൽ ആയിരിക്കും. കാരിയർ സിഗ്നൽ ഇൻറ്റു 1.5 ആയിരിക്കും അതിന്റെ ടോട്ടൽ പവർ വെൻ മോഡുലേഷൻ ഇൻഡെക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ so the power required for transmitting an AM wave is 1.5 times the carrier power for the perfect modulation. നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫെക്റ്റ് മോഡുലേഷന്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ളത് 1 ആയിരിക്കും. അപ്പോൾ ഈ 1 കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് മോഡുലേഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പവർ എന്ന് പറയുന്നത് 1.5 ടൈംസ് ദി കാരിയർ പവർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് വേവ് എന്ന് പറഞ്ഞു. ഈ ആംപ്ലിറ്റ്യൂഡ് വേവിൽ കാരിയർ സിഗ്നലിനെയും നമ്മളുടെ ബേസ് ബാൻഡ് സിഗ്നലിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു മോഡുലേറ്റഡ് വേവ് കിട്ടും. ആ സമയത്ത് കാരിയർ സിഗ്നലിൽ നമ്മളുടെ ബേസ് ബാൻഡ് സിഗ്നലിന് അനുസൃതമായിട്ട് കറസ്പോണ്ടിങ് ടു ദി base band signal it will change its amplitude for an instance. ഓരോ each instanceലും ഇത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസ് ബാൻഡ് സിഗ്നലിന് അനുസരിച്ച് കാരിയർ സിഗ്നൽ മാറ്റിക്കൊണ്ട് മോഡുലേഷൻ നടത്തുന്നതിനെയാണ് ഇവിടെ ഫ്രീക്വൻസി സ്റ്റിൽ കോൺസ്റ്റന്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ മാത്രമാണ് മാറുന്നത്. അത്തരത്തിലുള്ള മോഡുലേഷനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. then mathematical expression of the carrier signal, modulating signal and modulated signal ഇത് കണ്ടു. അതിനുശേഷം നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് രണ്ട് രീതിയിൽ represent ചെയ്തു. that is modulation index equal to AM by EC എന്നും represent ചെയ്തു. then Amax plus Amin divided by Amax minus Amin എന്നുള്ള ടേമിൽ നമ്മൾ രണ്ട് രീതിക്ക് മോഡുലേഷൻ ഇൻഡെക്സ് represent ചെയ്തു. then മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ലെവൽ കാരിയർ സിഗ്നൽ മോഡുലേഷന് വിധേയമായിട്ടുള്ള അണ്ടർഗോസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
അത് തന്നെ 3 ടൈപ്പ് ഉണ്ട് മോഡുലേഷൻ ഇൻഡെക്സ് അനുസരിച്ച്. പെർഫെക്റ്റ് മോഡുലേഷൻ, ഓവർ മോഡുലേഷൻ ആൻഡ് അണ്ടർ മോഡുലേഷൻ. ഈ 3 രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണെങ്കിൽ പെർഫെക്റ്റ് മോഡുലേഷനും, ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ നമ്മൾ അണ്ടർ മോഡുലേറ്റഡ് വേവ് എന്നും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനെ ഓവർ മോഡുലേറ്റഡ് വേവ് എന്നും പറയും. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ നോക്കിയത് ഇത്തരത്തിൽ 2 റെപ്രസെൻറ്റേഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി അല്ലേ. ഇപ്പോൾ പവർ കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്കറിയാം ടോട്ടൽ പവർ എന്ന് പറയുന്നത് പവർ ഓഫ് എ കാരിയർ സിഗ്നൽ പ്ലസ് പവർ ഓഫ് ആൻ അപ്പർ സൈഡ് ബാൻഡ് ആൻഡ് പവർ ഓഫ് ലോവർ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊടുത്തു, ടോട്ടൽ സം കണ്ടു. ദെൻ പിന്നെ എന്താ പറയുന്നത്, അപ്പം നമുക്ക് കിട്ടിയ പവർ ഇക്വേഷൻ പ്രകാരം ഒരു പെർഫെക്റ്റ് മോഡുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് മോഡുലേഷൻ നടക്കുന്ന സമയത്ത് പവർ എന്നുള്ളത് പറയുന്നത് പവർ ഓഫ് എ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ദി കാരിയർ പവർ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിൽ എന്തായാലും ഈ ഒരു എക്സ്പ്രഷൻസ് എഴുതി തന്നെ പഠിക്കുക. ദെൻ നോട്ട് അതുപോലെ തന്നെ സമയത്തിന് സബ്മിറ്റ് ചെയ്യാം. വളരെ ഈസിയാണ് കമ്മ്യൂണിക്കേഷൻ, പക്ഷെ അത് കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ എഴുതി തന്നെ എക്സ്പ്രഷൻസ് ഒക്കെ എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, ഈ പവറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പവർ ഓഫ് ആൻ AM സിഗ്നൽ എന്നുള്ളത്. അതുപോലെ മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ.